കൂന്തൽ ഫ്രൈ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കൂന്തലിന് നല്ല വേവുള്ളതാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നും എനിക്ക് ചെറിയ പീസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ വെച്ചേക്കണത്. ഈ ഇതിൻ്റെ തലഭാഗമൊക്കെ എല്ലാം ഞാൻ അതും കൂടി ഇടണം കേട്ടോ. ഇതൊന്ന് വേകട്ടെ. അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ നന്നായിട്ട്. ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി ഞാൻ വേവിച്ച് ചെറിയ പീസാക്കി ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് കാണുന്നുണ്ടല്ലോ അല്ലേ, അത് ഞാൻ ചെറിയ പീസായിട്ട് ഇതിൻ്റെ അകത്തൊരു മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ. ആ മുട്ടയൊക്കെ ഞാൻ ഇവിടെ നല്ല ടേസ്റ്റാണ് ഈ മുട്ട തിന്നാനേട്ടാ. ഇത് ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ശരിയാക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ വാങ്ങിക്കാനൊക്കെ കിട്ടും. അത് നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. പിന്നെ അതിന് വേണ്ടുന്ന സവാള ഉണ്ട്, ഞാൻ ഇത്തിരിക്കോളം തേങ്ങാക്കൊത്തെടുത്ത് വെച്ചിട്ടുണ്ട്, സ്വല്പം ഇഞ്ചിയും വെളുത്തുള്ളി വേപ്പില പിന്നെ പൊടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കണേന്ന് നോക്കാം കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതിൻ്റെ അകത്തേക്ക് സവാള ഇടാം കേട്ടോ. നമുക്കിപ്പോൾ ഇത് ഫ്രൈ ചെയ്താണ് ഞാനിതിവിടെ എടുക്കണേ കേട്ടോ. റോസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് തക്കാളിയൊക്കെ ചേർക്കാം. അപ്പം ഞാനിവിടെ ഈ മഞ്ഞപ്പൊടിയും ഗരം മസാല, മല്ലിപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, ഇത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കുറേശ്ശെയാണ് ഞാൻ എടുത്തേക്കണത്, കുറച്ചല്ലേ ഉള്ളൂ. അപ്പം അതെല്ലാം ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഈ കൂന്തൽ ചേർക്കണേ കേട്ടോ. കൂന്തൽ നല്ലോണം കിടന്ന് ഇങ്ങനെ ഫ്രൈ ആകുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കൂന്തൽ. നല്ല ഫ്രഷ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ കൂന്തൽ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കാം. അപ്പം അടിപൊളി ടേസ്റ്റിലുള്ള കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.